തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോനെയാണ് കാണിക്കുന്നത്. നമ്മുടെ തോഷിറോണെങ്കിൽ തൻ്റെ ടീമിനെ ഹോളോ ടീമിൻ്റെ കൂടെ വിടാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ തൻ്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണമെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ഐസൻ്റെ ഹോളോ ടീം ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ്. പിന്നീട് കാണിക്കുന്നത് ഹോളോ വേൾഡ് ആണ്. അവിടെ നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ ഒരു കസാറയിൽ ഇരിപ്പിനാണെങ്കിൽ അലങ്കാസിനെ എല്ലാത്തിനെയും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു വലിയ ആർമി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ ഹോറോനോട് പറയുകയാണ് നിന്റെ മെമ്മറീസ് ഷെയർ ചെയ്യാൻ. സോ ഇത് കേട്ട ഹോറോ ആണെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ പറിച്ചെടുത്തിട്ട് ക്യാപ്റ്റൻ ഐസൻ്റെ നേരെ നീട്ടുകയാണ്. സോ അന്നേരം തന്നെ ഗ്ലിറ്റർ പോലത്തെ എന്തോ ഒരു സാധനം പോലെ നമ്മൾ ഐസൻ്റെ നേരെ പോവുകയാണ്. സോ ഇത് പോകുന്ന സമയത്ത് തന്നെ ഐസണ് ഹ്യൂമൻ വേൾഡിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ഐസണ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് എന്നിട്ട് ചിരിക്കുകയാണ്. നമ്മുടെ ഗ്രിംസോൺ എന്ന് പറഞ്ഞ ഒരു അലങ്കാരാണെങ്കിൽ ഹോറനെ കളിയാക്കി പറയുകയാണ് നിന്റെ ടാർഗറ്റ് ആയിട്ടുള്ള ഇച്ചിഗോ എന്ന് പറയുന്നത് വളരെയധികം വീക്കായിട്ടുള്ള ഒരു സോൾ റിപ്പറാണ്. നിനക്ക് അവനെ പോലും തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഫൈറ്റിനിടയിൽ യാമിയുടെ ഒരു കൈ തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നീയൊക്കെ രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കേട്ടോടെ നമ്മുടെ യാമയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഹോറ തടയുകയാണ്. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇച്ചുവൻ്റെ കൂടെ നല്ലതായിട്ട് ഫൈറ്റ് ചെയ്ത് ഇച്ചുവനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് ഉരഹരയും അതുപോലെ യൊറീച്ചിയും വരുന്നത്. ഒരു ക്യാപ്റ്റൻ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ വന്നുടനെ തന്നെ ഞങ്ങളെ രണ്ടുപേരെ അവർ ഓവർ പവർ ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹോറയാണെങ്കിൽ ക്യാപ്റ്റൻ ഐസനോട് പറയുകയാണ് ഇച്ചിഗോ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. എന്നാൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് തന്നെ അങ്ങ് പോസായിപ്പോയി. അവനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ജീവനുള്ളത്. അതുമാത്രമല്ല അവൻ ഒരുപാടധികം പവർഫുൾ ആണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് മറ്റവന് ചെറുതായിട്ടൊന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ഹോറ പറയുന്ന കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോൻ്റെ വീടാണ്. സോ അവിടെ നമ്മുടെ കോണിലെ നമ്മുടെ റാങ്കിക്കു റെഞ്ചിയും കൂടെ എടുത്ത് കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർ ഒരുപാട് കോമാളിത്തിക്കനൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സോ ഇതേ സമയത്ത് തന്നെ നമ്മളിവിടെ ഇരുന്ന് എന്തിനാണ് സമയം കളയുന്നത്, നമുക്ക് ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ പോകാം. ക്ഷമ എല്ലാത്തിൻ്റെ ഒരു ക്ഷമയാണ്. അലങ്കാഴ്ച വരാതെ നമ്മൾ എങ്ങനെ അലങ്കാഴ്ചയിലൂടെ ഫൈറ്റ് ചെയ്യുന്നത്? അതുമാത്രമല്ല നമ്മൾ ക്ഷമയോടെ തന്നെ ഇരിക്കണം. അല്ലറഞ്ചി ക്ഷമയോടൊക്കെ ഇരുന്നോ, പക്ഷേ എൻ്റെ വീട്ടിൽ ഇത്രയധികം ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചോ. സോ ഇതേ സമയം തന്നെ നമ്മുടെ റാങ്കിക്കു എന്നെ ഇവിടെ നിർത്താമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇച്ചുകോനെ അവളുടെ മറ്റേ സാധനമൊക്കെ കാണിക്കുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചുകോ അങ്ങ് ഇല്ലാതായി പോവുകയാണ്. നമ്മുടെ ഇച്ചുകോയ്ക്കും അതുപോലെ തന്നെ റെഞ്ചിക്കും ഇത് കാണാൻ നേരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചുകോ കണ്ണങ്ങ് അടച്ചു വെക്കുകയാണ്. ചെയ്തിട്ട് നമ്മുടെ റാങ്കിക്കുവിനെ ഇച്ചുകോ തൻ്റെ വീട്ടിൽ നിർത്താൻ വേണ്ടി സമ്മതിക്കുന്നില്ല. തന്നെ നമ്മുടെ റാങ്കിക്ക് ഒരുപാടധികം വിഷമിച്ചുകൊണ്ടാണെങ്കിലും നമ്മുടെ ഇച്ചുകോന്റെ വീട്ടിൽ നിന്ന് പോയി ഒറിഹിമയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒറിഹിമ ഒരു നല്ല പെൺകുട്ടിയാ, അവളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ റാങ്കിക്ക് വളരെയധികം സന്തോഷിച്ച് അങ്ങോട്ട് പോകുന്നു. സോ അങ്ങനെ എല്ലാ ആൾക്കാരും ഓരോ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ഇച്ചുകോ ചിന്തിക്കുന്നത് റോക്കിയാൻ ഇനി എന്ത് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിർത്തുമെന്നാണ്. സോ ഇതേ സമയം തന്നെ ഓസ്കാർ ലെവൽ ആക്ടിങ്ങുമായിട്ട് നമ്മുടെ റോക്കിയ ഇച്ചുകോന്റെ അച്ഛൻ്റെ അടുത്തും അതുപോലെ ഇച്ചുകോന്റെ സിസ്റ്ററുടെ അടുത്ത് പോകുന്നു. അവളുടെ ഒരു സെഡായിട്ടുള്ള ഒരു സ്റ്റോറി അങ്ങോട്ട് പറയുകയാണ്. വളരെയധികം നല്ല രീതിയിൽ തന്നെ ആക്ടിങ് എല്ലാം ചെയ്തുകൊണ്ട്. സോ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ഇച്ചിഗോൻ്റെ അച്ഛനും അതുപോലെ ഇച്ചിഗോൻ്റെ സിസ്റ്റർ അവിടെ കിടന്ന് കരയുകയാണ്. നമ്മുടെ ഇച്ചിഗോൻ്റെ അച്ഛനാണെങ്കിൽ ഭാര്യയുടെ ഫോട്ടോയിലൊക്കെ പോയി ഉമ്മ വെക്കുന്നുണ്ട്. സോ അങ്ങനെ റോക്കിയക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ ഇഷിൻ കൊടുക്കുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒറിഹിമയാണ്. നമ്മുടെ ഒറിഹിമയാണെങ്കിൽ തൻ്റെ ബ്രദറിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഒറിഹിമ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ റോക്കിയൻ്റെയും അതുപോലെ ഇച്ചിഗോൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടിട്ടാണ്. അന്നേരമായിരുന്നു നമ്മുടെ ഒറിഹിമയുടെ വീട്ടിലേക്ക് റാങ്കിക്ക് വരുന്നത്. റാങ്കിക്ക് വന്നുടനെ തന്നെ നമ്മുടെ ഒറിഹിമനെ സോപ്പിടാൻ വേണ്ടി അവളെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ അതിലേക്ക് നൈസായിട്ട് കയറി പോവുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ ഒറിഹിമ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ റാങ്കിക്ക് ഒറിഹിമയോട് ചോദിക്കുന്നു. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഒറിഹിമയാണെങ്കിൽ റാങ്കിക്കിനോട് പറയുകയാണ് ലാസ്റ്റ് ഫൈറ്റിൽ ഇച്ചിഗോ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്തു എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അവനെ കൊണ്ടത് സാധിച്ചില്ല. ആ സമയത്തുടനെ തന്നെ അവൻ ഒരുപാടധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാടധികം ശ്രമിച്ചായിരുന്നു അവനെ ഒന്ന് സന്തോഷം. റൂക്കിയ വന്നുടനെ തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരുപാടധികം സന്തോഷമായി. അവൻ ഒരുപാടധികം സന്തോഷത്തിലാണുള്ളത്. ചെയ്യാൻ പറ്റാത്ത കാര്യം അവൾ ചെയ്തു. ഞാൻ ഒരുപാടധികം ശ്രമിച്ചതാ ഇച്ചിഗോനെ ഒന്ന് സന്തോഷപ്പെടുത്താൻ, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒറിഹിമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ റൂക്കിക്ക് മനസ്സിലാക്കിയാണ് ഒറിഹിമയ്ക്ക് ഇച്ചിഗോനെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ഇച്ചിഗോ ആണെങ്കിൽ ഒറിഹിമനെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്.
ഇതൊക്കെ ഒരു ഹ്യൂമൻ ഫീലിങ്സ് ആണ്. നമ്മുടെ ഒറിഹിമയ്ക്ക് ഇച്ചിഗോനോടുള്ള ഫീലിങ്സ് ഇച്ചിഗോയ്ക്ക് തിരിച്ച് ഒറിഹിമയോടില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചൊക്കെ വളരെയധികം വിഷമിച്ച് അവിടെ കിടന്ന് നല്ല രീതിയിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർക്കുറ സിറ്റിയിലേക്ക് ഒരുപാടധികം അലങ്കാഴ്ച വരികയാണ്. സോ ഈ അലങ്കാഴ്ചൻ്റെയൊക്കെ മെയിൻ എയിം എന്തുവാ? ഇച്ചിഗോനെ ഹണ്ട് ചെയ്യുക. സോ ഇവരെ എല്ലാവരെയും ലീഡ് ചെയ്യുന്നത് വാസ്റ്റൽ ലെവൽ പവറുള്ള ഗ്രിംജോ എന്ന് പേരുള്ള ഒരാളാണ് ഇവരുടെ ലീഡർ. അവരാണെങ്കിൽ കാർക്കുറ ടൗണിലെ സിറ്റുവേഷൻസ് ഒക്കെ അവർ സെൻസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അവർക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, കാർക്കുറ സിറ്റിയിൽ ഇപ്പോൾ ഒരുപാടധികം സോൾ റിപ്പേഴ്സ് ഉണ്ടെന്ന്. സോ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഇവരെ ഹണ്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഗ്രിംജോ ആണെങ്കിൽ തൻ്റെ സബോർഡിനേറ്റ്സിന് ഓർഡർ കൊടുക്കുകയാണ് കാർക്കുറ സിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡറാണ് അവൻ കൊടുക്കുന്നത്. സോ ഈ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താഡ്സുക്കിനെയാണ്. ഒരു ബാഡ് പ്രസൻസ് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സാധോയ്ക്കും ഒരു ബാഡ് പ്രസൻസ് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഹോളോ ആദ്യം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇച്ചിഗോൻ്റെ ഫ്രണ്ട്സിനെയാണ്. കാണിക്കുന്നത് നമ്മുടെ റൂക്കിയെയും അതുപോലെ ഇച്ചിഗോനെയുമാണ്. സോ നമ്മുടെ റൂക്കിയൊക്കെ ആണെങ്കിൽ ഈശനാണെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂക്കിക്ക് ഒരുപാടധികം സന്തോഷമാണ്. അങ്ങനെ ആ ഹോളോസ് 4 സ്ഥലത്തിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5 116ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കാരണവശാലും പേടിക്കണ്ട, ഞാൻ ഒരുപാടധികം ആനിമീസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്ത ആനിമീസ് ഞാൻ ഉറപ്പായിട്ടും എൻഡ് ചെയ്തിരിക്കും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾ വേറെ ചാനലൊന്നും പോയി കാണല്ലേ, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദ മാജിക് ക്യൂബ്, സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടർ, ഡോക്ടർ സ്റ്റോൺ. സോ ഈ 3 ആനിമീസിൻ്റെ എപ്പിസോഡ്സും ഇനി വരുന്നതായിരിക്കും. സോ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുമാത്രമല്ല ഒരു പുതിയതായിട്ടുള്ള ഒരു ആനിമി കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മലയാളത്തിൽ ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറച്ച് ആനിമി മൂവീസ് റെക്കമെൻഡ് ചെയ്യാമോ എന്ന്. സോ നിങ്ങൾ ആരും അത് റെക്കമെൻഡ് ചെയ്തില്ല. സോ പറ്റുമെങ്കിൽ ഇന്നെങ്കിലും നിങ്ങളതൊന്ന് റെക്കമെൻഡ് ചെയ്യുക. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ മൂവീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. റൊമാൻറ്റിക് മൂവീസ്, ത്രില്ലർ മൂവീസ്, അതുപോലെ തന്നെ അഡ്വഞ്ചർ മൂവീസ് എല്ലാം നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യുക. ആനിമി മൂവീസാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ആനിമി സീരീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ വേറെ ആനിമി സീരീസൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ 5K സബ്സ്ക്രൈബേഴ്സ് അടിക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.